എന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടെ തന്നെ കൊണ്ടുവിടണം. എവിടെ എവിടെന്ന് ചോദിച്ചാ ദേ അവിടെ, ഇവിടെ അടുത്തല്ലേ. മേഡം അത് ഒരുപാട് ദൂരെയാ. ദൂരെയാണോ അടുത്താണോ? എന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടെ കൊണ്ടുവിട്ടാ മതി. മേഡം ഞാൻ ജോലിക്ക് ഇറങ്ങിയിരിക്കുക. അഥവാ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്താൻ ഒരുപാട് ലേറ്റ് ആവും. അതെനിക്ക് വലിയ നഷ്ടമാവും. ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നെ തിരികെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വേറൊരു വണ്ടിയില് ലിഫ്റ്റ് വാങ്ങിത്താ. ഒരു ലിഫ്റ്റ് വാങ്ങി തരാൻ ഞാൻ എക്സ്പെർട്ട് അല്ലേ? മേഡം പറയും, മേഡത്തിന് ഏത് വണ്ടിയിലാണ് ലിഫ്റ്റ് വേണ്ടത്? ട്രക്ക് മതിയോ? ട്രക്ക് മതിയല്ലോ. എങ്കിൽ മേഡം ഇവിടെ നിൽക്കേ, ഞാനൊരു വണ്ടി നിർത്താം. എന്ത് പറ്റി? വണ്ടി കേടായോ? സർദാർജി, മേഡത്തിന് വഴി തെറ്റിപ്പോയതാ. ഇവരെ അപ്പുറത്തുള്ള ദാബയിലൊന്നും വിട്ടേക്കാമോ? അതിനെന്താ പ്രശ്നം? വണ്ടിയിലോട്ട് കയറിക്കോളാം പറ. താങ്ക് യു സോ മച്ച്. ഒന്ന് ശ്രദ്ധിച്ചോണേ, എവിടെന്നോ വഴി തെറ്റി വന്നതാ. ആളൊരു അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അലിയ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐ മീൻ, പ്രിയ ഓടി രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ എന്താ ചെയ്യാ? ആ നിഖിലിനെ ഞാൻ അവനെ ഞാൻ വെറുതെ ഞാൻ പറയുന്നു, ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. അത് എന്റെ ഏട്ടനാ, നിനക്ക് വേദന വരില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കെ. സോ ഡോണ്ട് സ്റ്റോപ്പ് മീ. എന്റെ ബുദ്ധി പ്രവർത്തിക്കാത്തതെന്താ? അബിയെ പിടിച്ചതോടെ അവന്റെ ജീവനേക്കാൾ അപകടത്തിലായത് എന്റെ ജീവനാണ്. ഒരു പെണ്ണാണെങ്കിൽ വാളും കൊണ്ട് നടക്കുകയാണ് എന്റെ കഴുത്തറുക്കാൻ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അവൾ എന്റെ കഴുത്തറുക്കും മുമ്പ്. കഴുത്ത് പിന്നെ മുറിക്കൂ. ഫോൺ വിളിക്കുകയാണ് എന്റെ രക്തം കുടിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ആലിയ. നിഖിൽ, യു സ്കൗണ്ടറൽ, ഹൗ ഡെയർ യു? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഏട്ടനെ കിഡ്നാപ്പ് ചെയ്യാൻ? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ ഏട്ടനിൽ നിന്ന് അകന്നു നിൽക്കാൻ. നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാകില്ലേ? ഇനിയും സമയമുണ്ട്. എന്റെ ഏട്ടനെ പോകാൻ അനുവദിക്കുക. ഏട്ടൻ എന്തെങ്കിലും പറ്റിയാൽ, ഒരു പോറലെങ്കിലും ഉണ്ടായാൽ, ഐ എം നോട്ട് ഗോണ ലീവ് യു ദിസ് ടൈം. പറയുകയുള്ളൂ, എന്നെ എന്തെങ്കിലും ചെയ്യുമോ? വാട്ട്? ആലിയ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. ഞാൻ നിന്നെ പോലെ ഓവർ സ്മാർട്ട് അല്ല, തനുവിനെ പോലെ മരമണ്ടിയോ അല്ല. അബിയെ വിട്ടുകളയാ. എന്തിനു വിടണം? അവനെന്തിനാ വിടുന്നേ? അവൻ എന്നെ ഇടിച്ചു, അടിച്ചു. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് മുഴുവൻ സത്യവും പറയിപ്പിച്ച് പോലീസിൽ ഏൽപ്പിക്കാനാണോ? മരിക്കാൻ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കാലിയ, ഞാൻ അബിയെ വിടാൻ പോകുന്നില്ല. മരണത്തെ വിളിച്ചു വരുത്താൻ ഞാൻ മണ്ടനല്ല. മരണം നിനക്ക് ഉറപ്പാണ് നിഖിൽ. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. നിന്നെ പോലുള്ളവർക്ക് ഇത് തന്നെയാണ് തലയിൽ എഴുതിയിരിക്കുന്നത്. ഇനിയും സമയമുണ്ട്. എന്റെ ഏട്ടനെ അവിടെ നിന്ന് നീ വിട്ടില്ലെങ്കിൽ, നീ ഓർത്തോ, ഞാൻ അവിടെ എത്തും. മനസ്സിൽ ഉറപ്പിച്ചോ നിഖിൽ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഉറപ്പായി ഞാൻ നിന്നെ കൊല്ലും. നീ എന്നെ കൊല്ലുവെന്നോ? നീ എന്നെ കൊല്ലുവെന്നോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യ. നിന്റെ സഹോദരനെ ഞാൻ വിടില്ല. നിഖിൽ, അവൻ എന്ത് ധൈര്യത്തിലാ എന്റെ ഏട്ടനെ? ഞാൻ വെറുതെ വിടില്ല. പ്ലീസ് വെയിറ്റ്, ഞാൻ പറയുന്നത് കേക്ക്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേക്ക്. നിഖിൽ അബിയെ കിഡ്നാപ്പ് ചെയ്തത് നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. എന്റെ ഏട്ടനെ രക്ഷിക്കാനാ നോക്കുന്നത് തനു? അല്ല, നീ അവിടെ പോകുന്നത് നിന്റെ സ്വന്തം കാര്യത്തിനാ. നിഖിലിനെ പിടിച്ചാൽ നിന്റെ കള്ളത്തരങ്ങൾ വെളിയിൽ വരും. അവിടെ എന്ത് നടക്കുന്നു ആവോ? അദ്ദേഹം ഏതവസ്ഥയിലാണോ? ആ ഗുണ്ടകൾ അദ്ദേഹത്തെ അടിച്ചു കാണൂ. എന്നോടുള്ള ദേഷ്യം അദ്ദേഹത്തോട് കാണിച്ചു കാണൂ. അങ്ങനെ നടക്കാൻ പാടില്ല. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടരുത്. ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ. ഞാനിതാ വരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ.
എത്ര ധൈര്യശാലി എൻ്റെ പെണ്ണ്. ഞാൻ അവളെ എപ്പോഴും ഒരു പൊട്ടി പെണ്ണായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും അവൾ ഒറ്റയ്ക്ക് ഇത്രയും ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. നന്നായി, ഇപ്പോൾ അവൾ സേഫാണല്ലോ. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഹർ. മുമ്പ് അവളുടെ പെരുമാറ്റം മാത്രമായിരുന്നു ഇഷ്ടം. എന്നാലിപ്പോൾ ഞാൻ അവളുടെ ധൈര്യത്തെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. നീ എൻ്റെ ഫാൻ നമ്പർ 1 ആണ്. ഞാൻ നിന്റെ ഹീറോ നമ്പർ 1. വന്ന് വന്ന് പട്ടികളുടെ ജീവിതമായി എനിക്ക്. പ്രിയയെ കൊല്ലാൻ ചെന്നാൽ അബി വരും രക്ഷപ്പെടുത്താൻ. അബിയെ കൊല്ലാൻ പോയാൽ അവൻ്റെ സഹോദരി രക്ഷിക്കാൻ വരും. ഞാനാണെങ്കിലോ പട്ടിയെപ്പോലെ വാലും ചുരുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താ സാറേ, ആ റോക്ക് സ്റ്റാറിന് എന്ത് ചെയ്യാനാ? അവൻ്റെ കയ്യിൽ ഒരു ഗിത്താർ കൊടുക്കുക, എന്നിട്ട് പാട്ടും കേട്ടിരിക്കുക. ഗിറ്റാർ? അതുപോലത്തെ പാട്ട് കേൾക്കാം അല്ലേ? ഞാൻ പറഞ്ഞത് ഗിറ്റാർ അവർ കൊടുക്കില്ലെന്നാ സാറേ. സാറേ, ഒരു കാര്യം പറയട്ടെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിന്നെയൊക്കെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നിന്റെ ബോസിനെ പട്ടിയെ കൊല്ലും പോലെ കൊല്ലും ഞാൻ, പട്ടിയെ കൊല്ലും പോലെ. നീ ഒരു കാര്യം ഓർത്തോ നിഖിൽ, എന്റെ ഏട്ടനെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു പോറലെങ്കിലും ഉണ്ടായാൽ, ഐ ആം നോട്ട് ഗോണ ലീവ് യു ദിസ് ടൈം. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലവനെ എത്രയും പെട്ടെന്ന് കൊല്ല. ചെന്ന് അവസാനിപ്പിച്ച് കളാ അഭിഷേക് മേനോനെ. ഓടാ. പടാ. ഏട്ടനൊന്നും സംഭവിക്കരുത്. ആ നിഖിലുണ്ടല്ലോ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ എന്തും ചെയ്യും. നിനക്ക് മനസ്സിലായോ? ഏട്ടനൊരു പോറല് പറ്റിയാൽ എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ കഴിയില്ല. എനിക്കവിടെ പോയേ പറ്റൂ. ആ നിഖിൽ ഒരു ഭ്രാന്തനാ. അവൻ ആരുടെ വാക്കും കേൾക്കില്ല. ഏട്ടൻ എന്തെങ്കിലും പറ്റിയാലോ ഞാൻ പോയേ പറ്റൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്തിനാ ഇങ്ങനെ ഒരു ചാൻസ് എടുക്കുന്നേ? നീ അവിടെ ചെന്നാ അവൻ നിന്നോട് ചോദിക്കും, നീ എന്തിന് ഇവിടെ വന്നു, നിനക്ക് എങ്ങനെ ഇവിടുത്തെ അഡ്രസ്സ് കിട്ടി, എങ്ങനെ ഇവിടെ എത്തി, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. മറുപടി പറഞ്ഞ അവസാനം നമ്മൾ തന്നെ കുടുങ്ങും ആലിയ. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിഖിലിനെ ഫോൺ ചെയ്യാം. അവൻ ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ അവനോട് പറയാം അബിയെ വിടാൻ. പിന്നെ നീ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലെ ഞാൻ പറയുന്ന കേൾക്കും. എനിക്ക് പോയേ പറ്റൂ. അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. നീ എന്ത് വേണേലും പറഞ്ഞു. ആലോചിച്ച് നോക്ക്, ഏട്ടന് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഐ ആം ടെല്ലിങ് യു, ഞാൻ ആർക്കും മാപ്പ് തരില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നെ നീ തടയരുത്. ഞാൻ പറയുന്ന കേക്ക്. നീ അങ്ങോട്ട് പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവും. പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞല്ലോ തനു. റിമെമ്പർ ലാസ്റ്റ് ടൈം നമ്മൾ അവനെ പ്രിയയെ കൊല്ലാൻ ഏൽപ്പിച്ചു. എന്നിട്ട് അവൻ എന്താ ചെയ്ത്? അവന്റെ സ്റ്റുപ്പിഡിറ്റി കൊണ്ട് എന്റെ ഏട്ടൻ ആക്സിഡന്റ് ഉണ്ടായി. അവസാനം എങ്ങനെയോ അദ്ദേഹത്തെ തിരിച്ചു കിട്ടി. ഐ എം ഷുവർ അവൻ ഇപ്രാവശ്യവും എന്തെങ്കിലും മണ്ടത്തരം ചെയ്യും. എല്ലാ തവണയും അവൻ എന്തെങ്കിലും തല തിരിഞ്ഞ പണി കാണിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റില്ല. ഇൻഫാക്ട് ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് പോകും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏട്ടനെ അവൻ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവ് ടു ഗോ. എത്ര വലിയ വാർത്തയാ കിട്ടിയത് മൈഥിലി. മീഡിയയുടെ കാര്യമൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഈ വീട്ടിലിപ്പോ ഇത് തന്നെയാ ഏറ്റവും വലിയ വാർത്തയായിട്ടുള്ളത്. പോയ അച്ഛമ്മയോട് പറഞ്ഞാലോ? എനിക്ക് നിന്റെ ലെവലേ മാറും. പക്ഷേ ഇതിപ്പോ അച്ഛമ്മയോട് പറഞ്ഞില്ലെങ്കിലും എന്റെ ലെവല് മാറുക തന്നെ ചെയ്യും. ഈ വാർത്തയെ യൂസ് ചെയ്ത് തനുവിനെയും ആലിയെയും ഭീഷണിപ്പെടുത്തിയ അവരെനിക്ക് പൈസ തരുമല്ലോ. അപ്പൊ ഈ 2 കയ്യിലും ലഡു പൊട്ടും. അപ്പൊ പിന്നെ പോയി നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാം, ഇതെങ്ങനെ ഉപയോഗിക്കാന്ന്. വണ്ടി നിർത്തോ? മേഡം, എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ദാബ കുറച്ചുകൂടെ അപ്പുറത്താണ്. ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കോളാം. താങ്ക് യു സോ മച്ച്. മാഡം, ഒരു മിനിറ്റ്. മാഡം അല്ലേ പറഞ്ഞ ഭർത്താവ് അവിടെ കാത്തു നിൽക്കുമെന്ന്? ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. അദ്ദേഹം വരുന്നുണ്ടാവും. എന്തു പറ്റി മാഡം? നിങ്ങളെ കണ്ടിട്ട് എന്തോ വിഷമമുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയേ. നിങ്ങളുടെ ഭർത്താവിനെ തിരയാൻ ഞങ്ങൾ സഹായിക്കാം. മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയൂ.
വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അല്ല, അദ്ദേഹം വരുന്നുണ്ടാവും. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളൂന്നേ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ വിവാഹ വസ്ത്രത്തിലാണോ വരുന്നത്? ഏയ്, നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? മിണ്ടാതിരിക്കാൻ വയ്യേ? വിവാഹ വസ്ത്രോ? ഇവരെന്നെ വിവാഹ വസ്ത്രത്തിൽ കണ്ടതുകൊണ്ടാ ഇങ്ങനെ 100 ചോദ്യം ചോദിക്കുന്നത്. ഇത് ഡ്രാമ കമ്പനിയുടെ വണ്ടിയാണോ? ഇവിടുന്ന് ചിലപ്പോൾ ഡ്രസ്സ് കിട്ടിയേക്കും. ചേട്ടാ, ഒന്ന് ചോദിക്കട്ടെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ നിങ്ങൾ? അതിനെന്താ, ചോദിച്ചോളൂ. എനിക്ക് മാറാനായിട്ടൊരു ഡ്രസ്സ് കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്ത് പറ്റി? എന്തിനാ ഇപ്പൊ ഡ്രസ്സ് മാറുന്നത്? എടാ, നിനക്കൊന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എപ്പോ നോക്കിയാലും ചലിച്ചോണ്ടിരിക്കും. മിണ്ടാതിരിക്കും. മാഡം, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ. പക്ഷെ അതിന് പകരമായി ഈ ലഹങ്ക ഞങ്ങൾക്ക് തരേണ്ടി വരും കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ ഡ്രാമയുടെ കോസ്റ്റ്യൂംസ് ആണ്. ഇതിനെല്ലാം കണക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അതിനെന്താ, ഞാൻ എന്റെ ഡ്രസ്സ് വണ്ടി തന്നെ ഇട്ടേക്കാം. ഓക്കെ മാഡം, ശരി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്തോളൂ. ആ ശരി, താങ്ക്സ്. നീ ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ. നിനക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടാ. നീ ആ ലഹങ്ക കണ്ടോ? കുറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും വില വരും. നമ്മുടേതാണെങ്കിലോ 1000-ന്റെയോ 2000-ന്റെയോ. ആ ലഹങ്ക നമ്മുടെ ഹീറോയിൻ ഇട്ടാൽ സൂപ്പർ ആയിരിക്കും. ചേട്ടൻ ആ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഈ ഡ്രാമ കമ്പനി വേൾഡ് ക്ലാസ് ആണ്. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? താങ്ക് യു ചേട്ടാ, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു സോ മച്ച്. ഒന്ന് ചോദിച്ചോട്ടെ, കണ്ടപ്പോ മുതലേ എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും, ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം. മാഡം, ഞങ്ങളുടെ കുടുംബത്തിലും പെൺകുട്ടികളുള്ളതാണ്. അവർക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും. സ്വന്തം സഹോദരങ്ങളായി കണ്ടു പറഞ്ഞാൽ മതി. ഫാമിലി, എന്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ എന്നെ ഒരിക്കൽ കൂടി സഹായിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു ഫോൺ ചെയ്യണം. നിങ്ങളുടെ ഫോൺ തരികയാണെങ്കിൽ വീട്ടിലേക്ക്. ഇതാണ് ഇത്ര വലിയ കാര്യം. ഡാ, ഫോണിൽ തന്നെ. ഇതാ മാഡം, വിളിച്ചോളൂ. എന്റെ ദൈവമേ, പ്രിയയുടെ കൂടെ തന്നെ ഉണ്ടാകണേ. നീ പ്രിയയെ കണ്ടുപിടിക്കാൻ അബിയെ സഹായിക്കണേ. എന്റെ പ്രിയയെ കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ അമ്മേ, പ്രിയ, 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 ഇത് നീ തന്നെയാണോ? ആ അമ്മ, ഞാൻ തന്നെ സംസാരിക്കുന്നു. നീ എവിടെയാ മോളെ? ആ ഗുണ്ടകൾ നിന്നെ പിടിച്ചോണ്ട് പോയതല്ലേ? പിന്നെ എന്താ നടന്നത് മോളെ? നീ എവിടെന്നാ സംസാരിക്കുന്നത്? നീ എവിടെന്ന് രക്ഷപ്പെട്ടോ? പ്രിയ, പറ, പെട്ടെന്ന് പറ. ആ അമ്മ, ഞാനിപ്പോ സേഫാ. കിഡ്നാപ്പേഴ്സിന്റെ അടുത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാനിപ്പോ പുറത്താ ഉള്ളത്. എങ്ങനെ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? അവർ നിന്നെ പോകാൻ അനുവദിച്ചോ? ഹാ, അത് ഞാൻ പറയാം അമ്മ. എന്റെ മോള് വളരെ ധൈര്യശാലിയാ. എത്ര ധൈര്യത്തിലാ ഗുണ്ടകളോട് പൊരുതിയത്, എന്നിട്ട് രക്ഷപ്പെട്ടത്. നീ കേൾക്ക്, ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ വിഷമമൊക്കെ തീർന്നു. നിന്നെ ഞാൻ വന്ന് കൊണ്ടുവരാം. അല്ല, ഞാൻ പ്രണവിനെ വിടാം. പ്രണവ് പോലീസിനെ വിളിച്ച് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലേക്കോ? വീട്ടിലേക്ക് വരുന്നില്ലേ? പ്രിയ, ഞങ്ങൾ എത്ര പ്രയാസത്തിലാണെന്നോ. ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് അബിയുടെ വീട്ടിൽ. ഞാൻ, അമ്മ, ജാനകി, അബിയുടെ അച്ഛമ്മ, ഇന്ദു ആന്റി, എല്ലാരും പ്രയാസത്തിലായിരുന്നു. നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. നീ വീട്ടിൽ വന്ന എല്ലാവർക്കും സന്തോഷാവും. നിനക്കറിയാമോ, ഞാൻ അബിയോട് നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോ അവന്റെ കല്യാണം പോലും നിർത്തിവെച്ചു. വിവാഹ ചടങ്ങുകളൊന്നും പൂർത്തിയായില്ല. നിന്നെ രക്ഷിക്കാൻ വിവാഹം നിർത്തിവെച്ച് അവൻ ഇറങ്ങിപ്പോയി. നീ രക്ഷപ്പെട്ടെന്ന് അവൻ അറിഞ്ഞാൽ അവൻ എന്ത് സന്തോഷമായിരിക്കുമെന്ന് അറിയാമോ? അദ്ദേഹം സന്തോഷിക്കുന്നത് അമ്മയ്ക്ക് ഇത് അദ്ദേഹത്തോട് പറയാനായെങ്കിലല്ലേ? എന്നുവെച്ചാ അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയാണെന്നോ അദ്ദേഹം എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. പ്രിയ, നീ എന്തായി പറയുന്നേ?
നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ എന്തൊക്കെയാ ഈ സംസാരിക്കുന്നത്? ഇല്ല, ഞാൻ പ്രിയ ഒന്ന് പെട്ടെന്ന് പറ, എന്താ പറ്റിയത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് ടെൻഷൻ അടിക്കുന്നു. അമ്മ, ഞാൻ സേഫാണ്. പക്ഷെ അദ്ദേഹം സേഫ് അല്ല. വളരെ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അബിക്ക് എന്താ പറ്റിയത്? അമ്മ, അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ ആ സ്ഥലത്തെത്തിയപ്പോ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവന്മാരിപ്പോ അദ്ദേഹത്തെ പിടികൂടി കെട്ടിവെച്ചിരിക്കുക. ചിലപ്പോ അവര് അദ്ദേഹത്തെ കൊന്നുകളയാൻ പോലും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തില്ല. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. പ്രിയ ഇതെങ്ങനെയാ രക്ഷപ്പെട്ടത്? എന്നെ കൊണ്ട് ഇതിന്റെ കെട്ടഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതെന്താ ടൈറ്റാ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സാറ് ഭയങ്കര ദേഷ്യത്തിലാണ്. സാർ ആ റോക്ക് സ്റ്റാറിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ കൊന്നേ പറ്റൂ. അതിന് ഇന്ന് വരെ നമ്മൾ ആരെയും കൊന്നിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് തന്നെ കൊല്ലണം? സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊന്നേ പറ്റൂ. നമ്മൾ അയാളെ കൊന്നില്ലെങ്കിൽ സാറ് നമ്മളെ കൊല്ലും. മനസ്സിലായോ? നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അവനെ കൊല്ലണം. ഡാ, ആ കത്തി ഇതാ, ഇങ്ങെടുക്കടാ. ഈ കത്തി വാങ്ങിയതിന് ശേഷം ഇതുവരെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിന് ആദ്യത്തെ ജോലി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കൊലപാതകം നടത്തുന്നതോടെ ഞാൻ കുറ്റവാളികൾക്കിടയിലെ തലവനായി മാറും. ആദ്യത്തെ കൊലപാതകം, അത് ഇത്രയും വലിയൊരാളിനെ, ഒരു റോക്ക് സ്റ്റാറിനെ. കൊല നടക്കുന്നതോടെ ലോകമെമ്പാടും പബ്ലിസിറ്റി. പ്രൊഫഷണൽ കില്ലർ ഡമരു. അണ്ണാ, ആ കത്തി എന്റേതാ. അപ്പൊ പിന്നെ അവനെ തീർക്കേണ്ടത് ഞാൻ തന്നെ ചെയ്താ പോരെ? എന്റെ ബോസ് സാറാണ്, ഞാൻ നിങ്ങളുടെ ബോസ്. ഞാൻ ഡിസൈഡ് ചെയ്യും ആരെ കൊല്ലണം, ആരെ കൊല്ലണ്ട എന്ന്. അണ്ണാ, അത് തെറ്റാണ് അണ്ണാ. കൊല്ലുന്നതിന് മുമ്പ് ഒരു ട്രയൽ നോക്കണം. അപ്പോ മനസ്സിലാവും കൊല്ലാനുള്ള ധൈര്യം ആർക്കാണെന്ന്. പക്ഷേ അതെങ്ങനെ തീരുമാനിക്കും? ഒരു കാര്യം ചെയ്യാം, വൈക്കോലിലൊരു ഡമ്മി ഉണ്ടാക്കാം. അതിൽ നമ്മൾ കുത്തണം. ആരാണോ നന്നായി കുത്തുന്നത് അവർ അകത്ത് പോയി അയാളെ കൊല്ലണം. സമ്മതിച്ചോ? സമ്മതിച്ചെങ്കിൽ കൊടുകൈ. സമ്മതിച്ചു. അപ്പം നമുക്ക് ട്രയൽ നോക്കാം. വരൂ. ഇവന്മാരനെ കൊല്ലാനുള്ള പരിപാടിയാ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ.